നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മൂന്നാം ഭരണത്തെക്കുറിച്ച് പിണറായി വിജയനുള്ള അത്രയും ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ CPM-നുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദ്യമുയരുന്നത്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റ് അനേകം നേതാക്കളും ഭരണം അടുത്ത തവണ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് മൂന്നാം തവണയും താൻ അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതും അത് പ്രകടിപ്പിക്കുന്നതും. പിണറായിയുടെ അത്ര ആത്മവിശ്വാസം മറ്റ് CPM നേതാക്കൾ എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ CPM-നുള്ളിൽ ഉയരുന്നത്. തൻ്റെ ഭരണത്തെക്കുറിച്ച് കനത്ത ആത്മവിശ്വാസം തന്നെ മുഖ്യമന്ത്രിക്കുണ്ട്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതടക്കമുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ മൂന്നാം വരവിന് വളരെയേറെ ഗുണം ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് പിണറായി വിജയൻ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നത് ജനുവരി 1 മുതൽ മതിയെന്നായിരുന്നു ആദ്യ തീരുമാനമത്രേ. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വേണമെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അത് വർദ്ധിപ്പിച്ചത്. ക്ഷേമ പെൻഷനുകളുടെ ഈ വർധനവ് 63 ലക്ഷം പേർക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടിക്കും സർക്കാരിനും ബോധ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയൊരളവോളം അത് രാഷ്ട്രീയമായി CPM-ന് ഗുണം ചെയ്യും. ഇതാണ് മുഖ്യമന്ത്രിയുടെ വലിയ പിടിവള്ളി. മറ്റൊന്ന്, ഹൈന്ദവ സമുദായ സംഘടനകൾ SNDP-യും NSS-ഉമെല്ലാം തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് UDF-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോകുമെന്നുള്ള വിശ്വാസം, മുസ്ലിം വോട്ടുകൾ UDF-ൽ കോൺഗ്രസിൽ ഏകീകരിക്കുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ LDF-ലേക്കും BJP-യിലേക്കും അതനുസരിച്ച് തിരിഞ്ഞു പോകും എന്നുള്ള വിശ്വാസം, ഇതൊക്കെയാണ് പിണറായി വിജയനെ മൂന്നാം തവണയും അധികാരത്തിലേറാൻ സഹായിക്കുമെന്ന് പൊതുവെ കരുതപ്പെടുന്ന ഘടകങ്ങൾ. ഈ ഘടകങ്ങളെക്കുറിച്ചെല്ലാം മുഖ്യമന്ത്രിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ഗൾഫിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കുവൈറ്റിലാണ്. അവിടെ നടക്കുന്ന ചർച്ചകളിലും മറ്റ് ഇൻ്ററാക്ഷൻസിലും എല്ലാം മൂന്നാം തവണയും തൻ്റെ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന സന്ദേശമാണ് ഗൾഫിലെ മലയാളികൾക്കും അവിടുത്തെ വ്യവസായികൾക്കുമെല്ലാം മുഖ്യമന്ത്രി നൽകുന്നത്. വ്യവസായികളും പ്രമുഖരുമായുള്ള ചർച്ചകളിലെല്ലാം മൂന്നാം തവണ താൻ മുഖ്യമന്ത്രിയാകുമെന്നും തൻ്റെ പാർട്ടി അധികാരത്തിൽ വരുമെന്നുമുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയുമെല്ലാം ഈ മൂന്നാം വരവിനെക്കുറിച്ച് നിശബ്ദരായിരിക്കുന്നത്. CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ആകട്ടെ ഒരിക്കലും മൂന്നാം തവണ CPM അധികാരത്തിലെത്തുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. MV ഗോവിന്ദൻ മുക്കിയും മൂളിയുമൊക്കെ എന്തോ പറഞ്ഞു. മറ്റു നേതാക്കളിൽ ചിലർ മാത്രം, പിണറായിയോടും കുടുംബത്തോടും അടുത്തു നിൽക്കുന്ന ചിലർ മാത്രം മൂന്നാം തവണ ഭരണം ലഭിക്കുമെന്ന വിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ചു. എന്നാൽ മറ്റു പല നേതാക്കളും, സീനിയർ നേതാക്കളടക്കമുള്ളവർ അതിന് തയ്യാറായിട്ടില്ല. ഇത് പിണറായിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഈ പ്രകോപനം പുറത്തു വന്നതിന് ശേഷം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ക്ഷുഭിതനായി എന്നറിഞ്ഞതിന് ശേഷമാണ് ചില മന്ത്രിമാരൊക്കെ മൂന്നാം തവണയും ഭരണം ലഭിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. ഏതായാലും ഇപ്പോഴുള്ള നിലവിലുള്ള MLA-മാരോട് എല്ലാവരോടും മത്സരിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഇപ്പോഴുള്ള MLA-മാരിൽ, CPM-ന്റെ ഇടതുമുന്നണിയുടെ MLA-മാരിൽ ഏതാണ്ട് 70% പേരും തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വിശ്വാസമാണ് CPM-നും മുഖ്യമന്ത്രിക്കുമുള്ളത്. മൂന്നാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ CPM-ൽ കുറവാണെങ്കിലും പാർട്ടി അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറി തലത്തിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തലത്തിലുമൊക്കെ പലരും മൂന്നാം തവണയും ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. അതും മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് സമ്പൂർണ്ണമായ സംരക്ഷണമാണ് ഈ ഭരണത്തിൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും കൃത്യമായ ചില നേട്ടങ്ങളും പ്രയോജനങ്ങളും ഈ ഭരണം കൊണ്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM-ന്റെ സമുന്നത നേതാക്കൾ ബേബിയും MV ഗോവിന്ദനുമൊക്കെ മാറി നിന്നാലും, AK ബാലനും അല്ലെങ്കിൽ മറ്റുള്ള അത്തരം നേതാക്കളെല്ലാം പിണറായിക്ക് മൂന്നാം തവണ ഭരണം കിട്ടരുതെന്ന് ആഗ്രഹിച്ചാലും പാർട്ടി പ്രവർത്തകർ തനിക്കൊപ്പം നിൽക്കുമെന്നും പാർട്ടി അണികളുടെ സമ്പൂർണ്ണ പിന്തുണ തനിക്കുണ്ടാകുമെന്നും മറ്റാരെക്കാളും നന്നായി പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പാർട്ടിക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ എന്താ, എനിക്ക് ആത്മവിശ്വാസമില്ല എന്ന നിലപാടിലാണ് പിണറായി മുന്നോട്ട് പോകുന്നത്.